ഹലോ ഹായ് നമസ്കാരം, ഞാൻ സുബേഷാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓഫ് ഡേ ആയിരുന്നു, അതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങി. സാധാരണ ഇത് ക്രിക്കറ്റ് ഗ്രൗണ്ട് അല്ല, ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കാറുണ്ടെന്ന് മാത്രം. സാധാരണ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ ആളുകൾ വരുന്ന വൈകുന്നേരങ്ങളിൽ മാത്രമാണ്. ഞങ്ങൾ പോയത് ഒരു 11 മണി സമയത്താണ്. അങ്ങനെ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിഞ്ഞു. എന്നാൽ അങ്ങോട്ടത്തേക്ക് പോയി കുളിച്ച് ക്ഷീണമൊക്കെ മാറ്റാമെന്ന് വെച്ചു. ഞങ്ങൾ പോകുന്ന ഈ വാട്ടർഫാൾസിൻ്റെ പേര് പോന്ത പൽമേര എന്നാണ്. ഞങ്ങൾ നേരത്തെ പോയിട്ടൊന്നുമില്ല, എന്നാലും ഗൂഗിൾ മാപ്പ് നോക്കി ഒരു പോക്കാണ്. പോകുന്ന വഴിയൊക്കെ അസാധ്യമായിട്ടുള്ള കാഴ്ചകളാണ്. എങ്ങും തിങ്ങി നിറച്ച് നിൽക്കുന്ന പച്ചപ്പാണ്. ഇവിടെ അവിടെ ഇവിടെയായിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ വഴി ഇച്ചിരി മോശമാണെങ്കിലും യാത്രാനുഭവം എന്ന് പറയുന്നത് ഇതുവഴിയുള്ളത് ഭയങ്കര ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. ഒരുപാട് വലിയ വലിയ മരങ്ങളും കൃഷിത്തോട്ടങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താറായെന്ന് തോന്നുന്നു. ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിനകത്ത് പോകണമെങ്കിൽ ഇടവഴിയിലൂടെ ഒരു വഴിയുണ്ട്, പക്ഷേ നമുക്കതറിയില്ല. പിന്നെ ആകെയുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫാമുണ്ട്. ആ ഫാമിൻ്റെ ഉള്ളിലൂടെ വേണം പോകാൻ. അതിന് നമ്മൾ അനുവാദം ചോദിക്കണം, കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള സെക്യൂരിറ്റിയോട് അനുവാദം ചോദിച്ചു. കുറേ കുട്ടികളൊക്കെ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ നടന്നു പോകുന്ന ഈ വഴിയുടെ രണ്ട് സൈഡിലും ധാരാളം പേരമരങ്ങളും അതുപോലെ തന്നെ ചെറിയ നാരങ്ങയുടെ ഒരുപാട് മരങ്ങളുമുണ്ട്. പക്ഷേ നമ്മുടെ സെക്യൂരിറ്റി പ്രത്യേകം പറഞ്ഞു ഇതൊന്നും പറിക്കരുതെന്ന്. വരുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഫാമിൽ തന്നെ ഉള്ള ഒരു ചെറിയ മരം കൊണ്ടുണ്ടാക്കിയ വീട്, മരം കൊണ്ടുണ്ടാക്കിയ തടി കൊണ്ടുണ്ടാക്കിയ വീട്. ഇവിടുത്തെ സെക്യൂരിറ്റികളും മറ്റു ജോലിക്കാരും ഒക്കെ താമസിക്കുന്നതാണ്. ഞങ്ങളങ്ങനെ കുറച്ചു നേരം മുമ്പോട്ട് നടന്നപ്പോൾ വഴിയിൽ കുറേ പശുക്കളെയൊക്കെ മേച്ചുകൊണ്ട് ഒരപ്പച്ചൻ വരുന്നത് കണ്ടു. അപ്പച്ചനോട് ആ വെള്ളച്ചാട്ടത്തിലേക്കുള്ള എളുപ്പവഴി ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഇപ്പോഴാ വഴി അടച്ചിരിക്കുകയാണ്, പക്ഷേ ഈ റോഡ് നേരെ ചെല്ലുന്നത് ആ വെള്ളച്ചാട്ടത്തിലേക്കാണെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് ദൂരെ കൂടുതലാണ്, വഴി മോശമാണെന്ന് പറഞ്ഞു. Quando a cadena aqui? Seu nome como? Januário. Genualo? Aham. Isso dona qual a pessoa é? Guilherme Otaviano. Aham. Ele trabalha onde? Ele é de Bomba, Santo Antônio. Ah, Santo Antônio? Ah, bom. Ah, sim, conheci. É deputado. Yeah. അങ്ങനെ അപ്പച്ചനോട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. രാകേഷേ എന്നാടാ കൊണ്ട ചന്ദനം മുട്ടിയിലിട്ട് കത്തിക്കുന്നേ കൊണ്ടുപോകും. ആ കാട്ടുപോത്തിന്റെ പിന്നെ കാട്ടുപശുവാണോ? വളരെ ദൂരെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു അരുവിയുടെ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം തരക്കേടില്ലാതെ വെള്ളം കിട്ടുമെന്ന് തോന്നുന്നു. നല്ല നീലിച്ച് കിടക്കുന്ന വെള്ളമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പൊട്ടിക്കടാ പൊട്ടിക്കുന്ന കാണിക്ക് പൊട്ടിക്ക കല്ലടിച്ച് പൊട്ടിക്ക. ഇതിങ്ങനെ നല്ലതാ. അത് ത്രില്ലില്ല. കയ്യിൽ
കണക്കല്ലേ തിന്നണം പറഞ്ഞു ഉണ്ടോ? അടിപൊളി. എനിക്കൂടെ ഇലാമപ്പഴം കൊക്കോക്കോയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ഉച്ച സമയമായിട്ട് നല്ല വിശപ്പാണ്, അതുകൊണ്ടായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ നല്ല മധുരമാണ്. ഒരു ലൈറ്റ് മധുരവും ലൈറ്റ് പുളി. അതുകൊണ്ടിട്ട് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കിയത് നമ്മളെ കൊണ്ട് പറ്റില്ല ബാബട്ട. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടത്തത്തിന് ശേഷം വെള്ളച്ചാട്ടത്തിന് അടുത്തെത്താറായി. ഇടയ്ക്ക് വന്നപ്പോൾ വഴിയൊന്നും ഇല്ലായിരുന്നു, നിറയെ ചൊറുതണമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടാണ് വന്നത്. കാലൊക്കെ ചെറുതായിട്ട് ചൊറിയുന്നുണ്ട് എല്ലാവർക്കും. വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഒരു ഭയങ്കര ആശ്വാസമായി. അടിപൊളി വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം ഭയങ്കര ഒരു ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. എനിക്കൊന്ന് സൗത്ത് ഓമല ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇച്ചിരി റിസ്ക്കാണ്. കാരണം ഒരുപാട് മരങ്ങളൊക്കെ ഒഴുകി വന്ന് എല്ലാം അടിഞ്ഞു കിടക്കുവാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഒരു വലിയ കയ്യാല ചാടി വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ. അല്ലാതെ പോകാൻ വഴിയുണ്ട്. പക്ഷേ അവിടെ ഒരു പാലം കണ്ടായിരുന്നു. മൊത്തം കാട് മൂടി കിടക്കുവാണ്. മലവെള്ളപ്പാച്ചിൽ മൊത്തം ഒഴുകി പോയിരിക്കുവാണ്. അതൊക്കെ നമ്മുടെ മുട്ടറ്റം വെള്ളമുണ്ട് ഇവിടെ. മെയിൻ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം ഉരുളൻകല്ലുകളാണ്. അവിടുത്തെ ചവിട്ടുമ്പോഴത്തേക്ക് നല്ലതായിട്ട് തെന്നലുണ്ട്. 2 പ്രാവശ്യം വീഴുകയൊക്കെ ചെയ്തു. സൗത്ത് ഓമല ഏറ്റവും മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത്. അത്യാവശ്യം ഭയങ്കര ഹൈറ്റിൽ നിന്നാണ് ഉയരുന്നത്. എനിക്ക് തോന്നുന്നു ഈ സൗത്ത് ഓമല ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഹൈറ്റിൽ നിന്ന് ഉയരുന്നത്. പക്ഷേ ഇപ്പം വെള്ളം കുറവാണ്. എന്നാലും നല്ലൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മഴവെയിലൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഇതിനകത്തുണ്ടോ ഈ സ്ക്രീനിൽ കൂടെ എത്രമാത്രം കാണാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. കുറേ കുട്ടികളിവിടെ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കുറേ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയ മീനുകളൊന്നുമല്ല, ചെറിയ മീനുകളൊക്കെയാണ്. കണ്ടോ, ഈ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നവരാണ്. അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, നല്ല കുഴിയാണെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, അവർക്ക് കിട്ടിയ മീനുകളുണ്ട്. ചൂണ്ടയിട്ടാണ് ഇവർ മീൻ പിടിക്കുന്നത്. അവരെന്നിട്ട് ബാഗിനകത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിനകത്തൊക്കെയാണ് ഇടുന്നത്. ഒരു പയ്യൻ എനിക്ക് കാണിച്ചു തന്നു മറ്റേ ചൂണ്ട എടുക്കുന്നതൊക്കെ. പക്ഷെ മൊത്തമൊന്നും കാണാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് ഇവർ പിടിക്കുന്ന മീൻ. അപ്പുറത്ത് വേറെ ബാഗുകളൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ ഒരു മീൻ പിടിക്കുന്നുണ്ടായിരുന്നു.
ഞങ്ങളങ്ങനെ ഏകദേശം ഇവിടെ ഒരു അരമുക്കാൽ മണിക്കൂർ സ്പെൻഡ് ചെയ്ത ശേഷം തിരിച്ചു പോയി. കാരണം നല്ല ഉച്ച സമയമായിരുന്നു, ഏകദേശം 2 മണിയൊക്കെ ആയി. കാരണം വിശക്കുന്നുണ്ട്, രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതാണ്, അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്നാലും പറയാൻ വയ്യ, അത്യാവശ്യം നല്ല വൈബുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇവിടെ ഇപ്പം വെള്ളം കുറവാണ്. പക്ഷേ ഭയങ്കര വെള്ളമുള്ളപ്പോൾ നമ്മളിവിടെ വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഭയങ്കര മലവെള്ളപ്പാച്ചിലൊക്കെ ആയിരിക്കും, ഈ സ്ഥലത്തോട്ട് അടുക്കാൻ തന്നെ പറ്റത്തില്ല. എന്തായാലും നല്ല പൊളി വൈബാണ്. അങ്ങനെ ആഫ്രിക്കയിലെ സൗത്തോമ എന്ന് പറയുന്ന ദ്വീപിൽ നിന്നുള്ള കുറേ നല്ല കാഴ്ചകൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.